Hello, Namaskaram, Asia Net. Welcome to Kayal, the first South Indian Kerala cuisine restaurant in the United Kingdom. Okay, today we are here to showcase a beautiful dish called khichdi. Okay, but we are focusing on today a salmon khichdi, and we are showing a connection between UK and India. Today we got Chef Biju, who is the anchor of Kayal. He's been here for years preparing this dish and catering for our guest. And today he's going to give you a brief explanation how we do this dish. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ സാൽമൺ കിച്ചടി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അത് മാത്രമല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഇതിൻ്റെ ബാക്കിലുണ്ട്. കാരണം ഈ നമ്മുടെ നാട്ടിൽ കിച്ചടി വളരെ പോപ്പുലറാണ്. ഈ സാൽമൺ കിച്ചടി എന്ന് പറയുന്നത് ഒരു സ്കോട്ടിഷ് അല്ലെങ്കിൽ ഒരു യുണൈറ്റഡ് അല്ലെങ്കിൽ യൂറോപ്യൻ ഡിഷാണ്. ഈ സംഭവം ഇവരത് ഇന്ത്യയിൽ വന്നിട്ട് ഇതൊരു പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുകയും നമ്മുടെ നാട്ടിലെ കിച്ചടിയായിട്ട് വളരെ ഒരു സിമിലാരിറ്റി തോന്നുകയും അവർ അതിനകത്ത് നമ്മുടെ ഇന്ത്യൻ മസാലകളും മറ്റു സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് മറ്റൊരു ഡിഷായിട്ട് മാറി. ഒരു സാൽമൺ കിച്ചടി എന്ന് പറഞ്ഞൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിഷായിട്ട് മാറി. ബ്രിട്ടീഷുകാർ തിരിച്ച് UK വന്ന ശേഷം ഇവരിതൊരു ബ്രേക്ക്ഫാസ്റ്റിനും അല്ലെങ്കിൽ ഒരു ബ്രഞ്ചിനുമായിട്ടുള്ളൊരു ഡിഷാക്കി ഒരു സാൽമൺ കിച്ചടി എന്നൊരു ഡിഷാക്കി ഇത് മാറ്റി. ഇന്ന് ഞങ്ങൾ ഈ ഡിഷ് വളരെ വർഷങ്ങളായിട്ട് നമ്മുടെ മെനുവിലുള്ളൊരു ഐറ്റമാണ്. ഏറ്റവും ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഡിഷാണ്. വളരെ റെയർ ആയിട്ടുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ നോർമലി ഈ ഡിഷ് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. നമ്മുടെ കൂടെ ഉള്ളത് മിസ്റ്റർ ബിജോ നെൽപ്പാടം, നമ്മുടെ ബാക്ക് ബോണാണ്, നമ്മുടെ നട്ടലായിട്ടുള്ള ഷെഫാണ്. കഴിഞ്ഞ ഏതാണ്ട് 20 വർഷത്തോളമായിട്ട് ഷെഫ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. കായൽ ഇന്ന് അതിൻ്റെ ഏറ്റവും നല്ല സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇവരൊക്കെയാണ് അതിൻ്റെ ബാക്ക് ബോൺസ്. അപ്പം ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ആൾക്കാർ ഇവർ തന്നെയാണ്. അപ്പം ഷെഫ് ബിജോ, ഷോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം കിച്ചടിയാണ്. അതിന് നമ്മൾ ആദ്യം ഗീ ഒഴിക്കുന്നു. ജീരകം, ഒണിയൻ, കർലീപ്സ്, ജിഞ്ചർ ഇത് സോട്ട് ചെയ്തിട്ട് ശേഷം ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഫ്രഷ്ലി ഗ്രൈൻഡ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് സോട്ട് ചെയ്ത ശേഷം വാട്ടർ ഒഴിച്ച് സാൽമൺ ഇടുന്നു. സാൽമൺ ഇട്ട ശേഷം കുക്ക് ചെയ്ത ശേഷം അത് റിമൂവ് ചെയ്തിട്ട് ആ വാട്ടറിൽ തന്നെ ഞങ്ങൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് സോൾട്ട് വിട്ട് കുക്ക് ചെയ്യുന്നു. കുക്ക് ചെയ്ത ശേഷം സാൽമൺ ഫ്ലക്സ് എടുത്ത് മേളിലിട്ട് ടോപ്പിലിട്ടിട്ട് കുയിലേക്ക് ഇട്ട് കൊറിയാണ്ടർ ഇട്ട് ഗാർണിഷ് ചെയ്യുന്നു. ആദ്യമായി നമ്മൾ ഗീ ഒഴിക്കുന്നു. ജീരകം ഇടുന്നു. കർലീവ്സ് ഇടുന്നു. ഒണിയൻ ഇടുന്നു. നല്ല സ്മെല്ല് വരുന്നുണ്ട് അല്ലേ? നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇടുന്നത് ഇത് നമ്മൾ നല്ലപോലെ വഴറ്റാൻ വേണ്ടി നമ്മൾ കുറച്ച് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് സോൾട്ട് ഇടുന്നു. സോൾട്ട് ആഡ് ചെയ്യുന്നു. നമ്മൾ റൈസ് സാൽമൺ കുക്കിങ് അതും എല്ലാം കൂടെ കൂടിയാണ് ഇട്ടുന്നത്. സോൾട്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. പിന്നെ കുറച്ച് മുളക് പൊടി, ഒത്തിരി സ്പൈസി ആകുന്നില്ല. ചെറുതായിട്ടൊന്ന് സോട്ടായി കഴിയുമ്പോൾ നമ്മൾ ടൊമാറ്റോ ഇടുന്നു. പെട്ടെന്ന് വേകുന്ന സാധനമാണ്. ടൊമാറ്റോ ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമ്മൾ വാട്ടർ ഒഴിക്കുന്നു. അപ്പം ഷെഫ് തുടങ്ങിയ പോലെ നമ്മൾ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു. അതിലേക്ക് ക്യൂമിൻ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മുടെ കറി ലീവ്സ് ഇട്ടു, ഒണിയൻ ഇട്ടു, ജിഞ്ചർ ഇട്ടു, മുളക് പൊടി, മഞ്ഞൾപ്പൊടി രണ്ടും ഇട്ട ശേഷം അതൊന്ന് സോട്ടായി വന്ന ശേഷം നമ്മൾ അല്പം കൂടെ തക്കാളി ആഡ് ചെയ്തു. അതൊന്ന് കുക്കായി കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു. അതായത് റൈസിന്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു. അതൊന്ന് ബോയിൽ ചെയ്യാണ്ട് വെയിറ്റ് ചെയ്തു. I could really sense and really smell the rich flavors from Kerala, especially the spices what we have used is phenomenal, because the curry leaves, the cumin and turmeric, different spices, it has given a really good flavor for this broth, I guess. So what he's going to do now, I feel, is he's going to add the salmon in the boiling pan, and then the salmon is going to get the rich flavors. Yeah, so let's see. The salmon is going to cook in this, and we'll see what's coming next. Yeah, the khichdi is on its way. It's not done. Yeah, okay, hold on for a minute. Yeah.
ഷെഫ് അപ്പോൾ നമ്മൾ സാൽമൺ ആഡ് ചെയ്തു. അപ്പം ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് സാൽമൺ ആഡ് എത്ര സമയം ഉണ്ടാവും അതിന്റെ കുക്കിംഗ് ടൈം? 1 minute or 2 minute ആകത്തുള്ളൂ. നോർമലി ഫിഷിന് കുറച്ച് കുക്കിംഗ് ടൈം മതി. സാൽമൺ നോർമലി ഫ്രഷ്ലി കഴിക്കുന്നതാണ് അല്ലേ? പക്ഷെ നമ്മളെന്തായാലും നമ്മുടെ കുക്കിംഗ് മെത്തേഡിൽ നോർമലി നമ്മൾ ഫിഷ് കുക്ക് ചെയ്തിട്ടാണ്. ഓക്കെ, ആ വെള്ളത്തിലാണ് നമ്മൾ റൈസ് ഇടുന്നത്. മനസ്സിലായി. ഇതെടുത്തിട്ട് സാൽമൺ എടുത്തിട്ട് ആ കുക്ക് ചെയ്ത വെള്ളത്തിലേക്കാണ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്യുന്നത്. റൈസ് നോർമലി പെട്ടെന്ന് റൈസോ അല്ലെ? 7 to 8 minutes മതിയോ? മതി. നമ്മളിപ്പം സാൽമൺ ആഡ് ചെയ്തു. അപ്പൊ കായലിൽ നമ്മൾ 2 സംസ്കാരങ്ങളുടെ കൂടിച്ചേരലിന് സാക്ഷ്യം വഹിക്കുകയാണ്. അതായത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കിച്ചടിയും UK-യുടെ തനതായ സാൽമണും കൂടെ നമ്മുടെ സാൽമൺ കിച്ചണിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഒരു നല്ല മുഹൂർത്തത്തിനാണ് നമ്മളിപ്പോ സാക്ഷ്യം വഹിക്കുന്നത്. So we have here the delicious salmon kechri is all ready to serve, and with Chef Bijo, we are proud to celebrate this culinary connection between United Kingdom and India, bringing history, heritage, and harmony together on a single plate. Thank you very much. Thank you.